ദൈവത്തെ അറിയുന്ന സകല ദൈവമക്കളും നല്ല പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരോടുള്ള ഒരു സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. പ്രാർത്ഥിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ യേശു പറയുകയാണ്, പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം ചെയ്തു തരും എന്ന വിശ്വാസം. നിരാശയോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. വേദപുസ്തകത്തിലെ ഏറ്റവും പവർഫുൾ പ്രയർ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ അടുക്കൽ ഒരു രോഗി വന്നപ്പോൾ യേശു ചോദിച്ചു, ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നു? യേശുവിൻ്റെ അടുക്കൽ വിടുതലിനായി, സൗഖ്യത്തിനായി, ഒരു മുന്നേറ്റത്തിനായി വരുന്ന ഓരോരുത്തരോടും യേശുവിനുള്ള ചോദ്യം ഇതാണ്: നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഈ വിഷയം എനിക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? അവൻ പറഞ്ഞു, വിശ്വസിക്കുന്നു. ആ മിനിറ്റിൽ അവൻ സൗഖ്യമായി. ഇന്ന് ഈ വചനം കേൾക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങളുടെ വിഷയം ചെറുതാകട്ടെ വലുതാകട്ടെ, എത്ര ഭാരമേറിയതാകട്ടെ, ഈ വിഷയം ചെയ്തു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊരു യാത്രയുടെ തടസ്സമാകാം, മാരക രോഗമാകാം, കടബാധ്യതയാകാം, പ്രതിസന്ധിയാകാം, പ്രതികൂലമാകാം, എന്തുമാകട്ടെ, അത് ചെയ്തു തരാൻ യേശുവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസമുണ്ടെങ്കിൽ നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയുടെ മറുപടി നിനക്ക് ലഭിച്ചിരിക്കും. ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക, നീ പ്രാർത്ഥിക്കുന്നവനാ, പക്ഷെ ഇന്ന് തൊട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഒന്ന് എല്ലാവരും കൂടെ പറഞ്ഞ്, വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് ലഭിക്കും. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാദപീഠത്തിൽ അടുത്ത് വരിക. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് തന്ന നല്ല സന്ദേശത്തിനായി സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണം. അവരെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലെസ് യു.